പപ്പുവ ഗിനിയയിൽ നിന്ന് പറന്നെത്തിയ അമേരിക്കൻ പോർവിമാനങ്ങളിലാണ് മരപ്പാമ്പ് ഗുവാമിലെത്തിയതെന്ന് വന്യജീവി വിദഗ്ധർ പറയുന്നു. യുദ്ധവിമാനങ്ങളിൽ കുത്തിനിറച്ച ആയുധക്കോപ്പുകൾക്കിടയിൽ ഒളിച്ചിരുന്നാവാം പാമ്പ് ദ്വീപിലെത്തിയത്. നിറയെ കാടുകളായിരുന്നു ദ്വീപിൽ. കാടുകളിൽ നിറയെ കിളികളും വൈവിധ്യമാർന്ന മരങ്ങളും പക്ഷികളും നിറഞ്ഞ ദ്വീപ്. മുയലിന്റെയും അണ്ണാന്റെയും ഒക്കെ കളിത്തട്ടായിരുന്നു ഗുവാമിലെ കാടുകൾ. അവരുടെ സ്വകാര്യ ജീവിതത്തിന് അവിടെ ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല. പക്ഷേ മരപ്പാമ്പ് എത്തിയതോടെ അവിടെ കിളികളുടെ നരകഭൂമിയായി മാറി. പാമ്പുകൾ പെറ്റുപെരുകി എണ്ണം അനിയന്ത്രിതമാംവിധം വർദ്ധിച്ചു. അതിനു കാരണം അവർക്കവിടെ ശത്രുക്കളൊന്നും തന്നെ ഇല്ലായിരുന്നു എന്നതുതന്നെ. ഗുവാമിൽ സമർത്ഥമായി ഉണ്ടായിരുന്ന പക്ഷികളെ ഒന്നൊന്നായി ഈ പാമ്പുകൾ തിന്നു തീർത്തു. പല പക്ഷികളും ഗുവാമിൽ മാത്രം കണ്ടുവരുന്നവയായിരുന്നു. 12 ഇനം പക്ഷികൾക്ക് ഈ പാമ്പുകൾ കാരണം വംശനാശം സംഭവിച്ചതായാണ് കണക്ക്. ഒട്ടേറെ പക്ഷിവർഗങ്ങളുടെ എണ്ണം പേടിപ്പെടുത്തുന്ന രീതിയിൽ കുറഞ്ഞു. പക്ഷികളില്ലാതായതോടെ അവയുടെ ആഹാരമായി ചിലന്തികൾ പെരുകി. അടുത്തുള്ള മറ്റു ദ്വീപുകളുമായി താരതമ്യം ചെയ്താൽ ഗുവാമിൽ ചിലന്തികളുടെ എണ്ണം 40 മടങ്ങായി. പക്ഷികൾ പരാഗണം നടത്തുന്ന സസ്യങ്ങളുടെ വൈവിധ്യത്തിലും വലിയ കുറവുണ്ടായി. ചെറിയ തോതിൽ മാത്രമുള്ള ഇവയുടെ വിഷം മുതിർന്ന മനുഷ്യർക്ക് മാരകമാവാറില്ല. കിളികൾ ഒടുങ്ങിയതോടെ മരപ്പാമ്പുകൾ മണ്ണിലിറങ്ങി. അലസം നടന്ന അണ്ണാനെയും മുയലുകളെയും തവളകളെയും കൂട്ടത്തോടെ അകത്താക്കി. തിന്നു മരപ്പാമ്പുകൾ ചീർത്തു തടിച്ചു. ജന്മനാട്ടിൽ കാണപ്പെടുന്ന പാമ്പുകളുടെ ഇരട്ടി വരെ നീളം വെച്ചു. ഗുവാം കാടുകളിലെ ജൈവ വ്യവസ്ഥയുടെ താളം തെറ്റി. ഫുൾ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കാണാം.